ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാജ്യത്തിന് അഭിമാനമായി ഹർ ഘർ തിരംഗ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം നിൽക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ അലയടികൾ സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ പ്രചാരണമാണ് ഹർ ഘർ തിരംഗ, അതായത് എല്ലാ വീട്ടിലും ത്രിവർണ പതാക. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ ദേശീയ പതാക കേവലം ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രം ഉയർത്തേണ്ട ഒന്നല്ല, മറിച്ച് അത് ഓരോ പൌരന്റെയും വ്യക്തിപരമായ അഭിമാനവും ഉത്തരവാദിത്വവുമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പദ്ധതി. പൌരനും ദേശീയ പതാകയും തമ്മിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഔദ്യോഗിക ദൂരത്തെ മാറ്റി അതിനെ ഓരോ വീടിനോടും പൌരനോടും ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തുമ്പോൾ അത് ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു വിളംബരമായി മാറുന്നു. മൂന്ന് വർണ്ണങ്ങളും മധ്യത്തിൽ അശോക ചക്രവുമുള്ള നമ്മുടെ ദേശീയ പതാകയ്ക്കു പിന്നിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് പോരാളികളുടെ ചോരയും കണ്ണീരുമുണ്ട്. 1921 സ്വാതന്ത്ര്യ സമര സേനാനിയായ പിങ്കള വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ ആദ്യ രൂപത്തിൽ നിന്നും അനേകം മാറ്റങ്ങൾക്കൊടുവിലാണ് 1947 ജൂലൈ 22 ഭരണഘടനാ ശില്പികൾ ഇന്നത്തെ ത്രിവർണ പതാകയെ നമ്മുടെ ദേശീയ ചിഹ്നമായി അംഗീകരിക്കുന്നത്. കുങ്കുമനിറം ത്യാഗത്തെയും ധൈര്യത്തെയും, വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും, പച്ചനിറം സമൃദ്ധിയെയും പ്രതീകവൽക്കരിക്കുന്നു. നടുവിൽ ധർമ്മചക്രം രാജ്യത്തിന്റെ നിരന്തരമായ പുരോഗതിയെയും നീതിയെയും കുറിക്കുന്നു. ഈ ചിഹ്നങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കുകയാണ് ഹർ ഘർ തിരംഗയിലൂടെ. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും രാജ്യത്തെ എല്ലാ പൌരന്മാരും തങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ത്രിവർണ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയോടുള്ള വൈകാരിക ബന്ധവും വളർത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 15 अगस्त हर भारतीय के लिए गर्व का दिन है। ये उन असंख्य वीरों को याद करने का दिन है जिन्होंने भारत माता की स्वतंत्रता के लिए अपना सब कुछ समर्पित कर दिया। उनके त्याग और तपस्या की वजह से आज हमारे हाथ में तिरंगा है। इस तिरंगे में हमारे संविधान के आदर्श हैं। साथियों, पिछले कुछ वर्षों में हर घर तिरंगा अभियान ने पूरे देश को एक अद्भुत भावना से जोड़ा है। हर घर, हर गली में तिरंगे का उत्सव दिखाई देता है। इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है। अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है। श्वेत है क्या रंग सत्य का, ये श्वेत रंग शांति का है, ये श्वेत रंग लेके का है, ये रंग देश के दिल में है बसा। रंग हरा तो खुशहाली का है, ये धर्म चक्र विकास का, इन्हीं उसूलों से है ये बना तिरंगा हमारा, तिरंगा प्यारा. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 2022 ഹർ ഘർ തിരംഗ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. आजादी के अमृत महोत्सव के तहत 13 से 15 अगस्त तक एक स्पेशल मूवमेंट हर घर तिरंगा
हर घर तिरंगा का आयोजन किया जा रहा है। इस मूवमेंट का हिस्सा बनकर 13 से 15 अगस्त तक आप अपने घर पर तिरंगा जरूर फहराएं या उसे अपने घर पर लगाएं। तिरंगा हमें जोड़ता है, हमें देश के लिए कुछ करने के लिए प्रेरित करता है। पिंगली वेंकैया जी हमारे राष्ट्रीय ध्वज को डिजाइन किया था। मैं महान क्रांतिकारी मैडम कामा को भी याद करूंगा। तिरंगे को आकार देने में उनकी भूमिका बेहद महत्वपूर्ण रही है। इन सारे आयोजनों का सबसे बड़ा संदेश यही है कि हम सभी देशवासी अपने कर्तव्य का पूरी निष्ठा से पालन करें। तभी हम उन अनगिनत स्वतंत्रता सेनानियों का सपना पूरा कर पाएंगे, उनके सपनों का भारत बना पाएंगे। ये श्वेत रंग शांति का है, ये श्वेत रंग लेके का है, ये रंग देश के दिल में है बसा। रंग हरा तो खुशहाली का है, ये धर्म चक्र विकास का। इन्हीं उसूलों से है ये बना तिरंगा हमारा, तिरंगा प्यारा। രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിച്ച ഈ സംരംഭം തികഞ്ഞ ആവേശത്തോടെയാണ് രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. പണ്ട് സാധാരണക്കാർക്ക് വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2002 ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ വലിയ ഇളവുകൾ വരുത്തുകയുണ്ടായി. ഇത് സാധാരണക്കാരിലേക്ക് പതാക എത്തിക്കാൻ ഏറെ സഹായിച്ചു. പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള ത്രിവർണ പതാകയുടെ വിതരണം സംബന്ധിച്ച് തിരുവനന്തപുരം പോസ്റ്റൽ സർക്കിൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഡയറക്ടർ ശ്രീ NR ഗിരി. കഴിഞ്ഞ 4 വർഷങ്ങളായി ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും ദേശീയ പതാക എന്ന ആശയവുമായി ഹർ ഘർ തിരങ്ക പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നു. ഇന്ത്യയിലെ 1.5 ലക്ഷത്തിലധികം വരുന്ന പോസ്റ്റ് ഓഫീസുകളിലൂടെ ഈ പദ്ധതി ഈ വർഷവും സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ വീടുകളിലും ദേശീയ പതാക എത്തിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സമൂഹത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, കലാമേഖലയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ദേശീയ പതാക നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് പോസ്റ്റ് ഓഫീസ് തയ്യാറായി വരുന്നു. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ദേശീയ പതാക പോസ്റ്റ് ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഈ പദ്ധതി വലിയ വിജയമാക്കുന്നതിനും എല്ലാ വീടുകളിലും ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ദേശീയ പതാക പാറിപ്പറക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. മുൻപ് യന്ത്രനിർമ്മിത പതാകകൾക്ക് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൈത്തറി, ഖാദി എന്നിവയ്ക്ക് പുറമെ പോളിസ്റ്റർ, കോട്ടൺ, സിൽക്ക് എന്നിവയിലുള്ള പതാകകളും ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം മുൻപ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ പതാക ഉയർത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ വീടുകളിൽ രാവും പകലും പതാക ഉയർത്തി നിർത്താൻ നിയമപരമായ അനുമതിയുണ്ട്. ജനങ്ങൾ തങ്ങളുടെ വീടുകളിൽ പതാക ഉയർത്തി അതിനൊപ്പം സെൽഫി എടുത്ത് വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതും ഡിജിറ്റൽ ലോകത്തെ പുതിയൊരു തരംഗമാണ്. പതാക ഉയർത്തുമ്പോൾ നാം കാണിക്കേണ്ട ആദരവും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പതാക നിയമങ്ങൾ തെറ്റാതിരിക്കാൻ ഓരോ പൗരനും ശ്രദ്ധിക്കണം. കുങ്കുമനിറം എപ്പോഴും മുകളിൽ വരുന്ന രീതിയിൽ വേണം പതാക ഉയർത്താൻ. തലതിരിഞ്ഞ് കെട്ടാൻ പാടില്ല. കീറിയതോ അഴുക്കായതോ നിറം മങ്ങിയതോ ആയ പതാകകൾ യാതൊരു കാരണവശാലും ഉയർത്തരുത്. മറ്റു കൊടികൾക്കൊപ്പം ഉയർത്തുമ്പോൾ ദേശീയ പതാകയേക്കാൾ ഉയരത്തിൽ മറ്റൊന്നും ഉണ്ടാകരുത്. പതാക ഒരിക്കലും നിലത്തോ വെള്ളത്തിലോ തൊടാൻ അനുവദിക്കരുത്. അലങ്കാരത്തിനായോ വസ്ത്രമായോ പതാക ഉപയോഗിക്കാൻ പാടില്ല. ആഘോഷങ്ങൾ അവസാനിച്ചതിന് ശേഷം പതാകയെ ആദരവോടെ മടക്കി സൂക്ഷിക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി മലയാളിയായ ശ്രീമൻ നാരായണൻ തന്റെ ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും സൗജന്യമായി ദേശീയ പതാകകൾ വിതരണം ചെയ്ത് മാതൃകയായിരുന്നു. എറണാകുളം ജില്ലയിലെ മുപ്പത്തടം സ്വദേശിയായ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക വേളയിൽ സ്വന്തം ചെലവിൽ ദേശീയ പതാകകൾ വാങ്ങി ഗ്രാമത്തിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിച്ചു.
മുൻപ് വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്ന ജീവജലത്തിനൊരു മൺപാത്രം പദ്ധതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പരിപാടിയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ദേശീയ പതാക കൂടുതൽ വീടുകളിലേക്ക് എത്തിക്കുന്നത് തുടർന്നു വരികയാണെന്ന് ശ്രീമൻ നാരായണൻ പറഞ്ഞു. നമ്മൾ 11,111 ദേശീയ പതാകകൾ, അതായത് ഉയർത്താനുള്ള ദേശീയ പതാക, അല്ലാണ്ട് വീശി കൊണ്ടു നടക്കാനോ എല്ലാം കെട്ടാനുള്ളതല്ല, ഉയർത്താനുള്ള ദേശീയ പതാകകൾ 11,111 നമ്മൾ വിതരണം ചെയ്തു. അങ്ങനെ ഒരു വലിയ ഒരു സുഹൃതകർമ്മം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അന്ന് 50,000 വീടുകൾ, 50 എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിൽ 5000 വീടുകളാണുള്ളത്. ആ 5000 വീടുകളിലും അന്ന് അഭ്യർത്ഥിച്ചു, ഇതെല്ലാവരും കൃത്യമായി ഉയർത്തണം, എവിടെയെങ്കിലും കെട്ടിവെക്കരുത്, ഒരു നീണ്ട ഒരു മരോ അടയ്ക്കാമരോ എന്തെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചിട്ട്, അങ്ങനെ സാധിക്കാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സംഘടിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ വീടുകളിലും ഈ ഫ്ലാഗ് ഉയർത്തി. ആസാദിക്ക് അമൃത മഹോത്സവത്തിന്റെ ഹർ ഘർ തിരങ്കയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് അത് എല്ലാ വീടുകളിലും ഉയർത്താൻ ഉള്ള ഒരു വലിയ ഭാഗ്യം, അതിന് കാരണക്കാരനാകാൻ സാധിച്ചു. ആ കൃതാർത്ഥത എന്നും ഉണ്ടാവും. അങ്ങനെ എല്ലാ വീടുകളിലും അതേമാതിരി ഒരു സംരംഭം ഇന്ന് ഇന്ത്യയിൽ വേറെ എങ്ങും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇനി തുടർന്നും ഇത് അത്ര കണ്ടില്ലെങ്കിലും തുടർന്നും ആ ഒരു യജ്ഞം നമ്മൾ ആവർത്തിച്ചു പോന്നു. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു. കുറച്ചൊക്കെ ഈ തവണയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്ലാഗുകൾ നമ്മൾ വന്ന് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 100 തികയുമല്ലോ നമ്മളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷം. ഓഗസ്റ്റ് 15 100ാമത്തെ വർഷം അതുമാതിരി ചെയ്യാനുള്ള വലിയ ഒരു ഹൃദയം കൊണ്ട് ആ കർമ്മം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകും. അന്ന് എങ്ങനെ ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം തുടക്കം കുറിച്ച ഏറ്റവും ജനകീയമായ പ്രചാരണങ്ങളിലൊന്നാണ് ഹർ ഘർ തിരങ്ക. എല്ലാ വീടുകളിലും ത്രിവർണ പതാക എന്ന ലളിതമായ ആശയത്തിലൂടെ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ഒരൊറ്റ വികാരത്തിന് കീഴിൽ അണിനിരത്താൻ ഈ പദ്ധതിക്ക് സാധിച്ചു. കേവലം ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രം ഉയർത്തപ്പെട്ടിരുന്ന ദേശീയ പതാകയെ ഓരോ പൗരന്റെയും വ്യക്തിപരമായ അഭിമാനവും ഉത്തരവാദിത്തവുമാക്കി മാറ്റിയ ചരിത്രപരമായ ചുവടുവെപ്പായിരുന്നു ഇത്. ജാതി, മതം, രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി 140 കോടി ഭാരതീയരെയും ഒരൊറ്റ നൂലിൽ കോർത്തിണക്കുന്ന വികാരമാണ് നമ്മുടെ ത്രിവർണ പതാക. ഹർ ഘർ തിരങ്ക എന്ന ആശയം വീടുകളിൽ പതാക ഉയർത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള ഓരോ പൗരന്റെയും പ്രതിജ്ഞ പുതുക്കലാണ്. ത്രിവർണ പതാക ഓരോ ഗൃഹത്തിലും അഭിമാനത്തോടെ പാറിക്കളിക്കുമ്പോൾ അത് ഭാവി തലമുറയിൽ വറ്റാത്ത ദേശസ്നേഹത്തിന്റെ നാളം തെളിക്കുക തന്നെ ചെയ്യും. ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മുടെ വീടുകളിൽ അഭിമാനത്തോടെ തിരങ്ക ഉയരട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.